വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാൻ കഴിയും. ഇത് വേദപുസ്തകത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ ഒരു സംഭവകഥ. അതിങ്ങനെയാണ്. ഒരു ഗ്രാമത്തിൻ്റെ പേര് ബഥാന്യ. അവിടെ ഒരു 3 സഹോദരങ്ങൾ, 2 സഹോദരിമാരും അവർക്ക് ഒരേ ഒരു സഹോദരൻ. ആ സഹോദരിമാരുടെ പേര് മറിയ, മാർത്ത. അവരുടെ സഹോദരൻ്റെ പേര് ലാസർ. അപ്പോൾ അവിടെ ഒരു പ്രശ്നം. പെട്ടെന്ന് ഈ സഹോദരൻ, ആ 2 സഹോദരിമാർക്കും ഏകതുണയായി ഉണ്ടായിരുന്ന ആ ഒരു സഹോദരൻ ഒരു മരമായൊരു ദീനം പിടിച്ച് ഏകദേശം മരിക്കാറായി. അപ്പോൾ ഈ സഹോദരിമാർക്ക് യേശുവിനെ അറിയാമായിരുന്നു. യേശുവിന് ഈ ഭവനത്തിലുള്ള 3 പേരോടും വലിയ സ്നേഹമായിരുന്നു. യേശു വരുമ്പോഴൊക്കെ ആ ഭവനത്തിൽ വരികയും താമസിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഒരു രോഗം വന്നപ്പോൾ, ഒരു മരണകരമായ ഒരു അവസ്ഥ വന്നപ്പോൾ ആ സഹോദരിമാർ ശരിയായ കാര്യം ചെയ്തു. യേശുവിന് വിവരം അറിയിച്ചു, അല്ലെങ്കിൽ യേശുവിൻ്റെ അടുത്തേക്ക് ആള് പറഞ്ഞിട്ടു. എന്നിട്ട് അവരിങ്ങനെയാണ് പറഞ്ഞത്: യേശുവെ, അങ്ങ് സ്നേഹിക്കുന്ന ലാസർ ദീനമായി കിടക്കുന്നു. അങ്ങ് സ്നേഹിക്കുന്ന ദാസൻ, അല്ലെങ്കിൽ അങ്ങ് സ്നേഹിക്കുന്ന മകൻ ലാസർ ദീനമായി കിടക്കുന്നു. യേശു നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് നമുക്കൊരു ദീനവും വരികയില്ല എന്നില്ല. തീർച്ചയായിട്ടും നമുക്കും ദീനവും രോഗവും കഷ്ടവും പ്രയാസവും ഒക്കെ വരും. അത് യേശു നമ്മളെ സ്നേഹിക്കാത്തതും തമ്മിൽ വ്യത്യാസമില്ല. യേശു നമ്മളെ സ്നേഹിക്കുന്നു. പക്ഷേ യേശുവിൻ്റെ അടുത്ത് ഈ ചെന്ന ആൾക്കാർ ലാസർ ഇങ്ങനെ ദീനമായിട്ട് കിടക്കുന്നു. യേശു ഉടൻ തന്നെ പറഞ്ഞ എന്താണെന്നറിയാം? ഇത് മരണത്തിനൊന്നുമല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ. അപ്പം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം തന്നെ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് മാറ്റിയെടുക്കുവാൻ ദൈവത്തിന് കഴിയും. എല്ലാം ദൈവം നന്മയ്ക്കായിട്ട് മാറ്റിയെടുക്കും. അപ്പോൾ യേശു ആദ്യം പറഞ്ഞു, ഇത് മരണത്തിനല്ല, ഇത് ദൈവ മഹത്വത്തിനായിട്ടാണ്. പക്ഷെ ആ കേട്ടവർക്ക് എന്തോ മനസ്സിലായെന്നുള്ളത്. എന്നിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 5-ാം വാക്യം: യേശു മാർത്തയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. ഈ സഹോദരിമാര് വിവരം പറഞ്ഞു വിട്ടപ്പോൾ നീ സ്നേഹിക്കുന്ന ലാസർ എന്നാണ് പറഞ്ഞത്. അപ്പം ഇവിടെ എടുത്തെഴുതിയിരിക്കുകയാണ് യോഹന്നാൻ. അതെ, യേശുവിന് ഭയങ്കര സ്നേഹമായിരുന്നു ഈ സഹോദരങ്ങളോട്. ഈ മാർത്തയോടും മറിയോടും ലാസറിനോടും ഭയങ്കര സ്നേഹമായിരുന്നു. പക്ഷെ 6-ാം വാക്യം: എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടാറെ താനെന്നിരുന്ന സ്ഥലത്ത് 2 ദിവസം പാർത്തു. എന്നിട്ടും യേശുവിന് സ്നേഹം ഉണ്ടായിരുന്നിട്ടും ദീനമായി കിടക്കുന്നു എന്ന് അറിഞ്ഞ ഉടനെ യേശു അങ്ങോട്ട് പോയില്ല. ഇതാണ് നമ്മുടെ ഒരു വിഷയം. യേശു നമ്മളെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് യേശു നമ്മുടെ പ്രാർത്ഥനയ്ക്കുടൻ ഉത്തരം തരുന്നില്ല? എന്തുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളിൽ യേശു പെട്ടെന്ന് ഇടപെടുന്നില്ല? എന്തുകൊണ്ട് എൻ്റെ രോഗം മാറ്റിത്തരുന്നില്ല? ഇതൊക്കെ ഒരു ചോദ്യമല്ലേ? ഒന്ന് ഓർക്കണം, ഈ വിവരം അറിഞ്ഞ ഉടനെ യേശു മറുപടി പറഞ്ഞു. ഇത് ഒന്നാമത് മരണത്തിനല്ല, 2 ദൈവമഹത്വത്തിനായിട്ട്. അത്രേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവനാമ മഹത്വത്തിനാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഉത്തരങ്ങൾ വന്നില്ലെങ്കിൽ, ഉദ്ദേശിക്കുന്ന സമയത്ത് കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ യേശു നമ്മളെ സ്നേഹിക്കുന്നില്ല എന്നല്ല അതുകൊണ്ട് അർത്ഥമാക്കേണ്ടത്. യേശു സ്നേഹിക്കുന്നുണ്ട് നമ്മളെ. പക്ഷേ യേശുവിന് ഒരു ഉദ്ദേശമുണ്ട്. ഉദ്ദേശം ഇത്രയേ ഉള്ളൂ: ദൈവനാമം മഹത്വപ്പെടണം. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവനാമ മഹത്വത്തിനാൽ തീർക്കണമെങ്കിൽ, അല്ലെങ്കിൽ തീരണമെങ്കിൽ, നമ്മൾ വിഷയങ്ങൾ ദൈവത്തോട് പറയുക, വിശ്വസിക്കുക. യേശു വന്നിട്ട് ഈ മാർത്തയോടും മറിയോടും പറഞ്ഞത്, വിശ്വസിക്കുമെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും. പക്ഷെ അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവർ പിന്നെയും അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഇത് 2 സഹോദരന്മാരും മാറി പറഞ്ഞു. ഒടുവിൽ നമുക്ക് കഥയറിയാം. മരിച്ച് അടക്കപ്പെട്ട് 4 ദിവസം കഴിഞ്ഞ് നാറ്റം വെച്ച ആ ലാസറിന്റെ കല്ലറയ്ക്ക് മുമ്പിൽ ചെന്ന് ലാസറെ പുറത്തു വരിക എന്നൊരു കൊച്ചു പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ മരിച്ചവനായിരുന്ന ലാസർ ജീവൻ വെച്ച് പുറത്തേക്ക് പോവാം. ഇതാണ് കഥ. അപ്പം മരിച്ച ലാസറിനെ ഉയർപ്പിച്ചു. എൻ്റെ വിഷയം ഇത്രയേ ഉള്ളൂ: വിശ്വസിച്ചാൽ നാം ദൈവത്തിൻ്റെ മഹത്വം കാണും. ഇന്ന് വിശ്വസിക്കാൻ കഴിയാതെ വന്ന കാര്യങ്ങൾ കൈവിട്ടു പോയോ? ഇനി വിശ്വസിച്ചിട്ട് കാര്യമില്ല ചിന്തിക്കുന്നുണ്ടോ? വിശ്വസിക്കാൻ നമുക്ക് ശ്രമിക്കാം. തീർച്ചയായിട്ടും നമ്മളും ദൈവത്തിൻ്റെ മഹത്വം കാണും. സമൃദ്ധിയായിട്ട് ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.